ഞാൻ ആഗ്രഹിച്ചൊരു ക്യാരക്ടറായിരുന്നു. തകർത്ത് ചെയ്തു. പക്ഷെ ഞങ്ങൾ ആരും ചെയ്ത അത്ര നന്നാവില്ല. എന്നാലും വിളിച്ചില്ലേ ഈ അടുത്ത പടം? അപ്പോ അതല്ല മട്ടൻ ബിരിയാണി ഇപ്പോഴും ആ രുചി എന്റെ വായിന്ന് പോയിട്ടില്ല. അവിടുത്തെ ആങ്കറാണ് ഞാൻ, അവിടുത്തെ ജഡ്ജാണ്. ഞാൻ പറയും ചെയ്തു അവിടുത്തെ കുട്ടികൾ പാടുന്നതിനേക്കാളും നന്നായിട്ട് സ്വരങ്ങൾ ടോബി പാടി. റിയലി? വിശ്വസിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പോസ്റ്റർ കാണുമ്പോൾ ഓക്കെ വിനീത് ശ്രീനിവാസൻ പ്രതീക്ഷ, ടൊവിനോ തോമസ് പ്രതീക്ഷ, ബേസിൽ ജോസഫ് പ്രതീക്ഷ, ഷാൻ റഹ്മാൻ അമിതഭാരം. ഓക്കെ ഞാനോ? ഞാൻ കുക്ക് ചെയ്യും. എന്റെ ചാട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരുവിധം എല്ലാം ഉണ്ടാക്കുന്നു. കുക്ക് ചെയ്യും, കാപ്പി കുക്ക് ചെയ്യാറുണ്ട്. അവൻ ഡയറക്ട് ചെയ്യാൻ ശ്രമിച്ച വേറൊരു സിനിമ ഉണ്ടായിരുന്നു 2021 ആ സമയത്ത്. അതിലും ഇവൻ ഉണ്ടായിരുന്നു. അത് കാരണം അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് പക്ഷെ എല്ലാം സില്ലി അല്ല. മിടിക്കുന്ന ശബ്ദമൊന്നും കേൾക്കില്ല. സൈലൻസ്, കംപ്ലീറ്റ് സൈലൻസ്. അത് ആർട്ടില്ല. ഇവൻ ഇന്നവര് ECG എടുത്തിട്ടില്ല. അത് ECG എടുത്തപ്പോ ഒരു വര. കൊറേ വെയിറ്റ് ലോസ് ആയില്ലേ? നല്ലോണം പട്ടിയെ പോലെ പണിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ തമാശകൾ സ്ക്രിപ്റ്റിൽ എഴുതുക അല്ലെങ്കിൽ സിനിമയിൽ ആഡ് ചെയ്യുക അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലില്ല, അത്ര നിലവാരമുള്ള തമാശ ഞങ്ങൾ പഠിക്കാറില്ല സാർ. എന്റെ അടുത്തൊന്നും പറയാറൊന്നുമില്ല. ഞാനല്ല. ബേസിയുടെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വായിട്ടൊന്നും പോകുന്നില്ല. സോറി. അതിന് പക്ഷെ പകരം വേറൊരാളുണ്ട്. അതാരാന്ന് ചോദിക്കും, പറയില്ല. നിങ്ങൾക്ക് തരുമാ? ഡാഡി ഒരു പാട്ട് പാടിക്കേ. അപ്പാ അതുകൊണ്ടാ. ഇല്ലെങ്കിൽ വിളിക്കൂല. ഐ തിങ്ക് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇത് ഇനി വേണോ? ഇനി മതി, അത് കഴിഞ്ഞു. നിങ്ങൾക്കത് വീട്ടിൽ അവന് ഈ കഥയുടെ കാൽ, ഞാൻ ഈ തലയുടെ തല. ല്ലേ? അയ്യോ, എന്നാ നിങ്ങൾ കിഡ്നീസ്. ഫാക്ടറിയിൽ തന്നെ ഇരുന്ന് ലഞ്ചൊക്കെ കഴിക്കുന്ന ഒരാളാരായിരിക്കും? ലൈക്ക് നിങ്ങൾ കാരണം ഇവനങ്ങനെ ക്യാരക്ടറിൽ കയറാറില്ല. മൊത്തത്തില് പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം. കക്കൂസ്. 3 മണിക്ക് രാത്രി വിളിക്കുകയാണ്. എന്താണ് ബേസിലിന്റെ ആദ്യത്തെ തോട്ട്? എന്തായിരിക്കും? ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ 3 മണിക്ക് ടൊവിനോട് കോൾ വരാം. വാട്ട് ഇസ് ദ ഫസ്റ്റ് തിങ് യു തിങ്ക്? പിന്നെ വിളിക്കാം.